നമസ്കാരം, ഗ്യാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു കോളേജിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ബാംഗ്ലൂർ മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയായി കൊഗിലു ക്രോസ് എന്ന സ്ഥലത്തിനടുത്ത് തിരുമനഹള്ളി എന്ന സ്ഥലത്താണ് ഈ പറയുന്ന ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നത്. വൻഷിക കോളേജ് ഓഫ് നഴ്സിംഗ് എന്നാണ് ഈ കോളേജിൻ്റെ പേര്. ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ഞാനും ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. നിങ്ങൾ ബാംഗ്ലൂരിലെ അല്ലെങ്കിൽ കർണാടകത്തിലെ നഴ്സിംഗ് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് അവിടേക്ക് അയക്കുന്ന നമ്മുടെ കുട്ടി അവിടെ സുരക്ഷിതമാണോ ഇല്ലയോ എന്നുള്ളതാണ്. നല്ല അക്കാഡമിക്കായിരിക്കണം, അതുപോലെ തന്നെ അവിടുത്തെ സൗകര്യങ്ങൾ, പ്രാക്ടിക്കൽ നൽകുന്നത് അറിയപ്പെടുന്ന ഹോസ്പിറ്റലായിരിക്കണം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ കോളേജിൽ മാത്രം, അതും നിങ്ങൾ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കോളേജിൽ അഡ്മിഷൻ എടുക്കുക എന്നൊരു അഭ്യർത്ഥന കൂടെ ഞാൻ നിങ്ങളിലേക്ക് വയ്ക്കുകയാണ്. വൻഷിക കോളേജ് ഓഫ് നഴ്സിംഗിന് മുമ്പിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജാണ്. 100% സേഫാണ് എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. അകത്തേക്ക് പോയി ബാക്കിയുള്ള കാഴ്ചകളും ലാബും മറ്റുള്ള സൗകര്യങ്ങളും എല്ലാം കണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് തന്നെ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൂടി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നാല് നിലകളാണ് വൻഷിക കോളേജ് ഓഫ് നഴ്സിംഗിൻ്റേത്. BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് ബേസിക്, MSc നഴ്സിംഗ്, അങ്ങനെ 4 കോഴ്സുകളാണ് ഇവിടെയുള്ളത്. പെൺകുട്ടികൾക്ക് താമസിക്കുന്ന സൗകര്യവും ഇതിൻ്റെ 4ാമത്തെ നിലയിലാണ്. അകത്തേക്ക് പോകാം. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസാണ്. അവിടെ നിന്ന് നേരെ അകത്ത് വരുമ്പോൾ ഈ കാണുന്നത് ലൈബ്രറി, ഇതിൻ്റെ പുറകിൽ സ്റ്റാഫ് റൂം, അതിൻ്റെ അപ്പുറത്ത് റിസപ്ഷൻ. ആ റിസപ്ഷനിലാണ് മെയിൻ ഡോർ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ലൈബ്രറി ഒന്ന് കണ്ടിട്ട് ബാക്കി സ്റ്റാഫ് റൂം പോയി. റിസപ്ഷനിൽ നിന്ന് കയറി ആദ്യത്തെ നിലയിൽ വരുമ്പോൾ ഇത് മൊത്തം ക്ലാസ് റൂമുകളാണ്. 3ാമത്തെ നില അത് മൊത്തം ലാബും മറ്റുള്ള സംവിധാനങ്ങളുമാണ്. അതിൻ്റെ മുകളിലാണ് പെൺകുട്ടികളുടെ ഹോസ്റ്റലും മെസ്സും എല്ലാം വരുന്നത്. അപ്പോൾ ആദ്യം ക്ലാസ് റൂമുകൾ നമുക്ക് കാണാം.
ഫസ്റ്റ് ഇയർ. 2 കുട്ടികളാണ് ഇതിൽ മലയാളി പിള്ളേരുള്ളത്. ഏകദേശം എത്ര കുട്ടികളുണ്ട് ഇവിടെ? 40. കുറച്ച് കുട്ടികൾ ഇവിടെ നിന്ന് പ്രാക്ടിക്കൽ പോയിരിക്കുകയാണ്, ബാക്കി കുട്ടികൾ ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ്. ഈ 2 പേർക്കാണ് മലയാളി കുട്ടികൾ. ഇവരോട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ തരിക. എന്താ മോളുടെ പേര്? എവിടെ താമസം? തൃശ്ശൂർ. മോളുടെ പേര്? സോന. തൃശ്ശൂരാണോ? കോഴിക്കോട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ് എല്ലാം? നല്ലതാണ്, നല്ല ക്ലാസ്, നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെയാണ്. പ്രാക്ടിക്കൽ എങ്ങനെയാണ്? പ്രാക്ടിക്കൽ ഇപ്പോൾ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളത്തോടെ കൂടെ അവസാനിക്കും. എങ്ങനെയുണ്ടായിരുന്നു? ഏത് ഹോസ്പിറ്റലാണ് പ്രാക്ടീസിന്? യലഹങ്ക ഗവൺമെൻറ് ഹോസ്പിറ്റൽ. യലഹങ്ക ഗവൺമെൻറ് ഹോസ്പിറ്റൽ. താലൂക്ക് ഹോസ്പിറ്റലാണോ അതോ ജില്ലാ ഹോസ്പിറ്റലാണോ? ജില്ലാ ഹോസ്പിറ്റൽ. ജില്ലാ ഹോസ്പിറ്റലാണ്. ഒത്തിരി പേഷ്യൻസ് ഉണ്ട്? പേഷ്യൻസ് ഉണ്ട്. എങ്ങനെയുണ്ട് മോളുടെ അഭിപ്രായം ഇവിടെ വന്നിട്ട്? നല്ല ക്ലാസ് ഒക്കെ ആണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് നല്ലതാ. കുഴപ്പമൊന്നുമില്ല. റാഗിങ് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ? അങ്ങനെ ഒന്നുമില്ല. മറ്റ് സീനിയർ കുട്ടികളെല്ലാം നല്ല സഹകരണമാണോ? नंबर एमडी राहुल लाला, गाँव वेस्ट बंगाल। कैसे इधर का तो बहुत अच्छा है, खाना पीना सब कुछ अच्छा है, कॉलेज भी बढ़िया है, प्रैक्टिकल हॉस्पिटल में रहा वो भी बहुत अच्छे से हो रहा है। सब कुछ अच्छे है? सब कुछ अच्छा है। खाना पीने भी अच्छा है? खाना पीना भी बहुत अच्छा है। अच्छा पीने पीनेगा? हाँ। അപ്പോൾ ഏതായാലും GNM ക്ലാസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നു. ഇവർ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരുണ്ട്, നേപ്പാളികൾ ഉള്ള കുട്ടികളുണ്ട്. ഇവർ കുറേ പേര് പ്രാക്ടിക്കലിന് പോയിരിക്കുകയാണ്. ബാക്കി കുട്ടികളുടെ അഭിപ്രായമാണ് കേട്ടത്. ഈ 2 കുട്ടികൾ മലയാളികളാണ്. ഓക്കേടാണ്. അപ്പോൾ ഈ ക്ലാസ് റൂമെല്ലാം നിങ്ങൾ കണ്ടു കാണാം. നമുക്കിനി കാണേണ്ടത് മുകളിൽ പോയി ലാബ്, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ കാണാം. സയൻസ് ലാബ് നിങ്ങൾ കണ്ടു കാണും. അടുത്തിന് ഏത് ലാബാണെന്ന് പോയി നോക്കാം. MCH ആൻഡ് CHN ലാബാണ്. MCH ആൻഡ് CHN ലാബ് നിങ്ങൾ കണ്ടു കാണും. ഇനി അടുത്ത ഏത് ലാബ് നോക്കാം. ഇത് CHN ലാബാണ്.
കാണാൻ പോകുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബാണ്. അപ്പോൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബ് നിങ്ങൾ കണ്ടു കാണാം. ഇനി നമുക്ക് ന്യൂട്രീഷൻ ലാബ് എടുക്കാം. ക്ലാസ് റൂമും ബാക്കി 5ഓളം റൂമുകൾ ലാബാണ്. പല തരത്തിലുള്ള ലാബുകളാണ്. വളരെ വിശദമായിട്ടുള്ള പഠന രീതിയാണ് ഇവിടെ നടത്തുന്നത്. അതുപോലെ പ്രാക്ടിക്കൽ കൊടുക്കുന്നത് ഇവിടുത്തെ ജില്ലാ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 12ഓളം മറ്റു ഹോസ്പിറ്റലുണ്ടെന്ന് അവിടെ പറയുന്നത്. ഏതായാലും നല്ല രീതിയിലുള്ള പ്രാക്ടീസാണ് ഇവിടെ കൊടുക്കുന്നത്. പ്രാക്ടിക്കൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ നില പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യമാണ്. അതിനോട് ഏറ്റവും ടോപ്പിൽ വന്നിട്ട് പിന്നെ മെസ്സും കാര്യങ്ങളുമാണ്. ആൺകുട്ടികൾക്ക് ഇവിടുന്ന് ഒരു 3/4 കിലോമീറ്റർ മാറി പ്രത്യേക ഹോസ്റ്റൽ സംവിധാനമാണ്. BSc നഴ്സിംഗിന് പഠിക്കുന്ന 3 മലയാളി കുട്ടികളാണ്. നിങ്ങളുടെ പേരെന്ന് പറയാമോ? എവിടെയാ സ്ഥലങ്ങൾ? കണ്ണൂർ. ഇവിടെ കണ്ണൂർ. അപ്പോൾ 2 കണ്ണൂരും 1 കാസർഗോഡുമാണ്. 1ാം വർഷമാണോ 2ാം വർഷമാണോ 3ാം വർഷമാണോ ഏതാ? തേർഡ് ഇയർ. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലാണ് കോഴ്സ് നടക്കാറ്. എല്ലാ ഇയറും ഉണ്ടാവും. ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ക്ലാസ് ആണ്. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കുഴപ്പമില്ല. എന്താ മലയാളീസിന് വേറെ സെപ്പറേറ്റ് ഫുഡ് ഉണ്ട്. അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡേ ഉള്ളൂ. ഹോസ്റ്റൽ സൗകര്യം എങ്ങനെയാണ്? ഇവിടെ തന്നെയല്ലേ? അതെ. എങ്ങനെ ഹോസ്റ്റൽ സൗകര്യം? ഗേൾസിൻ്റെ ഹോസ്റ്റൽ ഇവിടെ കോളേജിൻ്റെ മേലെ തന്നെയാണ്. ബോയ്സിൻ്റെ ഹോസ്റ്റൽ കുറച്ച് അപ്പുറത്താണ്. നിങ്ങൾ സൗകര്യം എങ്ങനെയുണ്ട്? റൂം ബേസ് ആണോ ഡോർമെറ്ററി ആണോ എങ്ങനെയാണ്? ഡോർമെറ്ററി ആണ്. ബാത്റൂം ഒക്കെ ആവശ്യത്തിന് ഉണ്ടോ? റൂം ബേസ്ഡ് ആണ്. റൂമാണ്. ഓരോ റൂമിൽ 8 ആൾക്കാർ. ഒരു റൂമിൽ എത്ര പേരുണ്ടാവും? 8 പേര്. വലിയ റൂമല്ലേ? അത്യാവശ്യം. അതിന് തന്നെ ബാത്റൂം ആവശ്യത്തിനുള്ളതുണ്ട്. കോമൺ ബാത്റൂമാണ്. വൃത്തിയും കാര്യങ്ങളും ഉള്ളതാണ്. ഡെയിലി ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വരാറുണ്ട്. ഉണ്ട്. നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ റാഗിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ്? നല്ല സഹകരണമാണോ? ഒരു കാര്യം ചോദിക്കുന്നത്, ഇനി വരുന്ന കുട്ടികൾക്ക് ഇവിടെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുമോ? എങ്ങനെ കോളേജിനെ കുറിച്ച് അങ്ങനെയുള്ള ഓവറോൾ അഭിപ്രായം? നഴ്സിങ്ങിന് ഇപ്പം എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് തന്നെയാണ്. ഇപ്പോൾ പോസ്റ്റിങ്ങും ഉണ്ട്, ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ടീച്ചേഴ്സും ഭയങ്കര ഫ്രണ്ട്ലിയൊക്കെ തന്നെയാണ്. ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷിലല്ലേ? ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് ഭാഷ പഠിക്കാൻ കഴിയുന്നുണ്ടല്ലോ? ക്ലാസ് മൊത്തം ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നെ സ്റ്റുഡൻസിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ ഹിന്ദിയൊക്കെ സംസാരിക്കാൻ പറ്റും. കാരണം അവരൊക്കെ വേറെ ലാംഗ്വേജ് ആയതുകൊണ്ട് മെയിൻലി ഇംഗ്ലീഷ് തന്നെയാണ്. വൻഷിക കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക്
അഡ്മിഷൻ എടുക്കാൻ ഈ കോളേജ് നല്ലതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അഡ്മിഷൻ ഹെഡിൻ്റെ നമ്പറാണ്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ നേരിട്ട് വന്ന് കോളേജ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുക. ഈ വീഡിയോ കണ്ടിട്ടാണ് അല്ലെങ്കിൽ സുമേഷ് കോട്ടൂർ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ ഏജൻറ്റ് കമ്മീഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് നൽകുന്നതായിരിക്കും. അഡ്മിഷൻ ഹെഡിൻ്റെ നമ്പറാണ് ഈ കൊടുത്തേക്കുന്നത്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നേരിട്ട് വന്ന് കോളേജ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.